വളരെ ആശ്വാസകരമാണ് ആ പ്രദേശവാസികളെ സംബന്ധിച്ച്. താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഒരല്പ സമ്മർദ്ദത്തിലായ ഒരു വിഷയമാണ്. സാധാരണ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഉറപ്പ് നൽകുന്നുണ്ടായിരുന്നു ഇന്നലെ വനം മന്ത്രി ഉൾപ്പെടെ കടുവയെ വെടിവെച്ച് കൊല്ലും, അക്കാര്യത്തിൽ സംശയം വേണ്ട എന്ന്. ഇപ്പോൾ വളരെ ആശ്വാസകരമായ വിവരമാണ് രാവിലെ വരുന്നത്. ഈ ഓപ്പറേഷനെ കുറിച്ച് താങ്കൾക്ക് ലഭ്യമായത് എന്തെല്ലാം വിവരങ്ങളാണ്? അതെ, ഇന്നലെയാണല്ലോ നമ്മൾ RRT ടീമിനെ ഇന്നലെ കടുവ ആക്രമിച്ചത്. അതിനുശേഷവും കടുവയെ പിടിക്കാനും ഉള്ള ഒരു ശ്രമം തുടരുകയാണ്. രാത്രി ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ തുടരുകയാണ്, രാവിലെയും തുടരുന്നു. അവസരത്തിലാണ് കടുവ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ കടുവ മരിച്ചത് സംബന്ധിച്ച് ഇപ്പോൾ രാവിലെ തന്നെ അതിന് പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമേ ഔദ്യോഗികമായി കടുവ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ. അതായത് രാവിലെ ഈ സംഘം ലഭിക്കുന്ന വിവരമനുസരിച്ച് രാവിലെ RRT സംഘാംഗങ്ങൾ വിവിധ ടീമായി അകത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവച്ചിരുന്നു. അങ്ങനെ പോയപ്പോൾ കണ്ടതാണ് ചത്തുകിടക്കുന്ന നിലയിൽ, അല്ലേ? അതെ അതെ അതെ. ഏതായാലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരും, അത് വന്നതിന് ശേഷം പറയാം. ഇത് ഈ രാധയെ ആക്രമിച്ച സ്ഥലത്തിന് സമീപത്ത് തന്നെയാണോ? താങ്കൾ ആ മേഖലയുമായൊക്കെ വലിയ പരിചയമുള്ള ആളാണല്ലോ, അതിനടുത്ത് തന്നെയാണ്? അതെ അതെ, ആ പ്രദേശത്ത് തന്നെ. മിനിസ്റ്റർ, എന്തായാലും ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വരുന്നത്. കാരണം നരഭോജി കടുവയെ പിടികൂടണം എന്നുള്ളത് ആ പ്രദേശത്തെ ജനങ്ങളുടെ വലിയൊരു ആവശ്യം തന്നെയായിരുന്നു. അവർക്കിനി ഭീതിയില്ലാതെ പുറത്തിറങ്ങാൻ ഉറങ്ങാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു വാർത്തയിലൂടെ മനസ്സിലാകുന്നത്. മിനിസ്റ്റർ, ഇന്നലെ ഒരു RRT സംഘാംഗത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അതിന് പിന്നാലെ കൂടുതൽ ഊർജിതമായി ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനവും ഉണ്ടായിരുന്നു. ഇന്നലെയും വെടിവെച്ചിരുന്നു എന്ന വിവരമുണ്ടായിരുന്നു. ഒരു പക്ഷേ വെടിയേറ്റതായിരിക്കാം, അല്ലേ? മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ ടെലിഫോൺ കട്ടായി.